സിനിമാ താരങ്ങൾക്കെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷിക്കുന്നതിൽ പോലീസിന് ആശയക്കുഴപ്പം. പോലീസിൽ പരാതി ലഭിക്കാതെ അന്വേഷണം വേണോ എന്നതിലാണ് ആശയക്കുഴപ്പം. വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴിയെടുക്കുന്നതിൽ നിയമോപദേശം തേടും. ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഇന്നലെ ഈ ഒരു സംഘത്തെയൊക്കെ നിയോഗിച്ചു ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണ വിഷയങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസമൊക്കെ തന്നെ ഈ പരാതി പറഞ്ഞവരടക്കം വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ കേസ് എടുക്കുന്നതിലടക്കം പോലീസിൽ ആശയക്കുഴപ്പമല്ലേ നിലനിൽക്കുന്നത്? രജനി, തീർച്ചയായും വലിയ ആശയക്കുഴപ്പം തന്നെയാണ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ഇതിനുശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുക. പക്ഷേ ഈ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം എന്ന് സർക്കാർ നിർദ്ദേശിക്കുമ്പോഴും പോലീസിന് നിലനിൽക്കുന്ന ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതികൾ പോലീസിലോ മറ്റ് സംവിധാനത്തിലോ ലഭിച്ചിട്ടില്ല എന്നതാണ്. അതായത് നടൻ സിദ്ദിഖ്, അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്കെതിരെ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അവർ രേഖാമൂലം ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. നിയമോപദേശം തേടിയ ശേഷമാകും ഈ വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴിയെടുക്കണോ എന്ന് തീരുമാനിക്കുക. കാരണം സുപ്രീം കോടതി വിധി ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. അതായത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിൽ കേട്ടറിവുകൾ ഉണ്ടാവുകയോ വെളിപ്പെടുത്തൽ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താം, കേസെടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചില സുപ്രീം കോടതി വിധികൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമോപദേശം തേടുന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയവരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. തുടർന്ന് കേസെടുക്കണോ എന്ന് അവരോട് തന്നെ ചോദിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ പോലീസ് പോകുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നു എന്നതിൽ സംശയമില്ല. കാരണം പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ രേഖാമൂലം പരാതി ലഭിക്കാതെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ ഈ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുകയോ ചെയ്യുന്നതിന് പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം മൊഴി മാറ്റുകയോ അല്ലെങ്കിൽ ഈ പരാതി നൽകാൻ തയ്യാറല്ലെന്ന് പോലീസിനെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അവർക്കെതിരെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകാൻ പിന്നീട് പോലീസിന് കഴിയില്ല. അത്തരത്തിലുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു നിയമോപദേശം തേടുക. അതിനുശേഷം ഈ മൊഴി നൽകിയവരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയവരെ വിളിച്ചു വരുത്തി പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാകും മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നത്. അവർ പരാതി നൽകാൻ തയ്യാറാണെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്ക് പോകും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കാരണം നടൻ സിദ്ദിഖ്, അതുപോലെ തന്നെ രഞ്ജിത്ത് എന്നിവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. അതിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി നിയമോപദേശം ഇന്ന് തന്നെ തേടും. നാളെയോ മറ്റന്നാളോ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. രജനി, രാജീവ്, ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. കാരണം സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്നതും ഒപ്പം സിദ്ദിഖ് എന്ന് പറയുന്ന ആളുകളും. അപ്പോൾ സർക്കാരിന് തന്നെ ഇവർക്കെതിരെ കേസ് എടുക്കണമോ എന്നതിൽ വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. കാരണം ഇനി എങ്ങനെയാകും ബാക്കി തീരുമാനങ്ങൾ എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ, സർക്കാരിന് തന്നെ അറിയില്ല. കാരണം മന്ത്രിതലത്തിൽ തന്നെ ഇതിനിടയിൽ ഒരു പോരൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കാരണം നേരത്തെ ഒരു പരാതിയും ഇല്ലെങ്കിൽ പോലും കേസെടുക്കാനാകും എന്ന് മന്ത്രി ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പരാതി നൽകുന്നവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ തയ്യാറാണ് എന്ന് മന്ത്രി വീണ ജോർജും പറയുന്നുണ്ട്. ഇപ്പോൾ രഞ്ജിത്തിനെ അടക്കം സംരക്ഷിക്കുന്നതെന്ന് പറയുന്ന മന്ത്രി സജി ചെറിയാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പോലീസിന്റെ കേസെടുത്തു കഴിഞ്ഞാൽ തന്നെ ആഭ്യന്തര വകുപ്പാണ് ഈ പോലീസ് കൈയാളുന്നതും ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെയല്ലേ ഈ പോലീസിനുള്ളിലും ഒരു ആശയക്കുഴപ്പം നടക്കുന്നത്? രജനി, ഇതിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ സുപ്രീം കോടതി വിധികളെ അടിസ്ഥാനമാക്കിയാണ്. സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഈ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ പരാതികൾ ഉയരുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടെങ്കിൽ പോലീസിന് കേസെടുക്കുന്നതിന് തടസ്സമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മുന്നിലുണ്ടെങ്കിൽ കേസെടുക്കാം. പക്ഷേ അവിടെ പോലീസ് പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർ രേഖാമൂലം പരാതി നൽകുമോ എന്നതാണ്. രേഖാമൂലം പരാതി നൽകുകയാണെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി രേഖാമൂലം പരാതി നൽകുന്നില്ലെങ്കിൽ കൂടിയും ഇവരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുക. അതായത് അവർ പറഞ്ഞതിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. രജനി സൂചിപ്പിച്ച പോലെ തന്നെ ഗവൺമെന്റുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ വീണ്ടും ഒരു ആലോചന നടത്തേണ്ടി വരും. കാരണം കേസെടുക്കുകയാണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിയമ നടപടികളിലേക്ക്, കടുത്ത നിയമ നടപടികളിലേക്ക് ഇവർ പോകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല രഞ്ജിത്തിനും സിദ്ദിഖിനും എതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർക്കെതിരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നടൻ മുകേഷ് MLA ആണ്, CPM-ന്റെ MLA കൂടിയാണ് നടൻ മുകേഷ്. അദ്ദേഹത്തിനെതിരെയും ആരോപണം ഉയരുന്നു. മാത്രമല്ല കൂടുതൽ ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉയരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ പല ആളുകൾക്കെതിരെയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ തുടർന്ന് വരുന്ന ആളുകൾക്കെതിരെയും ഇതേ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടി വരും. അതായത് ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ മറ്റുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും കേസെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ MLA കൂടിയായ മുകേഷിനെതിരെ കേസെടുക്കേണ്ടി വരും. മാത്രമല്ല മറ്റു പല ആളുകളും, ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല, കൂടുതൽ ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാർ മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ആലോചിച്ച ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഏതായാലും തിരക്കിട്ടൊരു അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ഈ പോലീസ് വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. എന്ത് നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നതിൽ ഒരു വ്യക്തത പോലീസിന് നിലവില്ല. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ പോലീസിന്റെ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോവുക. ഏതായാലും നിയമോപദേശം ഇപ്പോൾ നിലവിൽ പോലീസ് തേടിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ശരി, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല. കാരണം സ്ത്രീ സുരക്ഷ എന്ന മുദ്രാവാക്യവുമായി രണ്ടാമതും അധികാരത്തിലെത്തിയ പിണറായി സർക്കാരിൽ നിന്നും സ്ത്രീകൾ യാതൊരു സുരക്ഷയും അവർക്ക് കിട്ടുന്നില്ല സംസ്ഥാനത്ത് നിന്ന് തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ട് പോലും നടപടിയെടുക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പരാതി ലഭിച്ചാൽ മാത്രമേ കേസ് അന്വേഷണത്തിലേക്ക് പോകൂ എന്നാണ് പറയുന്നത്. പിന്നാലെ ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോഴും സർക്കാർ ഒരു അന്വേഷണ സംഘത്തേക്ക് നിയോഗിച്ചു. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്ത് തന്നെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. പോലീസിൽ പരാതി ലഭിക്കാതെ അന്വേഷണം വേണമോ എന്നതിലാണ് ആശയക്കുഴപ്പം. ഇനി നിയമോപദേശം ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളൊക്കെ തന്നെ എടുക്കുവാൻ പോകുന്നത്. രാജീവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.